ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക് അറ്റ് വിത്ത് ഉണ്ണീശ്വരത്ത് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത് ഒരു ക്ലാസ് ഡി മോണോ ആംപ്ലിഫയർ ബോർഡാണ്. RBL എന്ന കമ്പനി പുറത്തിറക്കുന്ന RBL പ്ലസ് എന്ന് പറഞ്ഞൊരു മോഡലാണ്. ഒരു മോണോ ആംപ്ലിഫയർ ബോർഡ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. RBL പ്ലസ് ഒരു ബ്രാൻഡ് നെയിം അവിടെ ആഡ് ചെയ്തിട്ടുണ്ട്, RBL പ്ലസ് എന്നുള്ളത്. ഒരു നല്ല ഹൈ പവർ ഔട്ട്പുട്ട് തരുന്ന ഒരു 400 വാട്ട് വരെ ഔട്ട്പുട്ട് കിട്ടുന്ന നല്ല ക്വാളിറ്റി ഉള്ളൊരു ബോർഡാണ്. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവുചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതാണ് ആ ബോർഡ്. വളരെ കുഞ്ഞും ബോർഡാണ്, പക്ഷേ നല്ല പവറാണ് ഇതിൽ നിന്ന് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. നമുക്ക് ആദ്യം ഇതിൻ്റെ കണക്ഷൻ ഡീറ്റെയിൽസിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെയാണ് നമുക്ക് പവർ സെക്ഷൻ കൊടുക്കേണ്ടത്. ഡ്യുവൽ പവർ സപ്ലൈ ആണ്. 24 മുതൽ നമുക്കൊരു 44 വരെ DC കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഡ്യുവൽ പവർ സപ്ലൈ, അതായത് റെക്ടിഫൈ ചെയ്ത് വരുന്ന DC ആണ് കൊടുക്കേണ്ടത്. പ്ലസ് മൈനസ് ഗ്രൗണ്ട് കൊടുക്കേണ്ട ഏരിയ. പരമാവധി നമ്മൾ കണക്ടർ ഉണ്ടെങ്കിലും പരമാവധി നമ്മൾ പവർ സെക്ഷനൊക്കെ എപ്പോഴും സോൾഡർ ചെയ്ത് കൊടുക്കാൻ നോക്കുക. അതിവിടെയാണ് കൊടുക്കേണ്ടത്. പിന്നെ അതിൽ യൂസ് ചെയ്തിട്ടുള്ള കമ്പോണൻസുകളൊക്കെ ക്വാളിറ്റിയുള്ള കമ്പോണൻസുകളാണ്. പിന്നെ നമുക്ക് മാറാനും എളുപ്പമാണ് ഇതിൻ്റെ പല കമ്പോണൻസുകളും. ഇവിടെ നിന്നാണ് നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് എടുക്കേണ്ട ഏരിയ. നമുക്ക് സബിലേക്കോ അല്ലെങ്കിൽ മോണോ ഔട്ട്പുട്ട് എടുക്കേണ്ട ഏരിയ, ഗ്രൗണ്ടും പിന്നെ ഒരു ചാനലും, അതാണ് ഇവിടെ നിന്ന് എടുക്കേണ്ടത്. നമുക്ക് സോൾഡർ ചെയ്തെടുക്കാം. എല്ലാം പരമാവധി നമ്മളെല്ലാം സോൾഡർ ചെയ്യാൻ നോക്കുക. ഇവിടെ നിന്നാണ് ഔട്ട്പുട്ട് എടുക്കേണ്ട ഏരിയ. ഒരു ബ്ലാക്ക് ഫിനിഷിങ്ങിൽ വരുന്ന ഒരു PCB ആണത്. കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. പിന്നെ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള കമ്പോണൻസ് നേരത്തെ പറഞ്ഞ മാതിരി നല്ല ക്വാളിറ്റിയുള്ള കമ്പോണൻസുകളാണ്. പിന്നെ നമുക്ക് ഇവിടെയാണ് നമുക്ക് ഇൻപുട്ട്, അതായത് ലോ പാസ് ഫിൽറ്ററിൽ നിന്ന് വരുന്ന ഇൻപുട്ട് കണക്ട് ചെയ്യേണ്ട ഏരിയ. അതിനും എല്ലാത്തിനും ഇവർ കണക്റ്റേഴ്സ് വെച്ചിട്ടുണ്ട്. എല്ലാത്തിനും ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ അതിന് പകരം നമ്മളെല്ലാം സോൾഡർ ചെയ്ത് വയ്ക്കാൻ പറ്റുന്ന തരത്തിലുള്ള സോൾഡർ ചെയ്യിക്കും നല്ലത്. വളരെ കുഞ്ഞിനാണെന്ന് തോന്നുന്നു നമുക്ക്, പക്ഷേ അതിൻ്റെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് നല്ല ക്വാളിറ്റിയുള്ള ഔട്ട്പുട്ട്, അത് 400 വാട്ടാണ് വരുന്നത്. പിന്നെ ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും IRFP 260 എന്ന് പറഞ്ഞ 2 MOSFET യൂസ് ചെയ്തിട്ടുണ്ട്. അതുമാതിരി തന്നെ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള റെസിസ്റ്ററുകളായാലും എല്ലാം തന്നെ നല്ല ക്വാളിറ്റിയിൽ തന്നെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു ബ്ലാക്ക് PCB. ഇതിൻ്റെ മെയിൻ ഗുണം നമുക്ക് ഇതിൻ്റെ എന്ത് കംപ്ലൈൻറ്റ് വന്നാലും നമുക്ക് തന്നെ മാറാം. ആ തരത്തിലാണ്. സാധാരണ ക്ലാസ് D എന്ന് പറയുമ്പോൾ നമുക്ക് പേടിയാവും. നമുക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റി നിർത്തിയുള്ളൂ. പക്ഷേ അതല്ല, നല്ല നമുക്ക് തന്നെ അത് റിപ്പയർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ബോർഡിലാണ് അവർ അറേഞ്ച് ചെയ്തത്. ഒരു 400 വാട്ട് ട്രൂ ഒരു RMS 400 വാട്ട് കിട്ടുന്നൊരു ബോർഡ് തന്നെയാണ്. നമുക്ക് നിസ്സംശയം പറയാം. ഇങ്ങനത്തെ ഒരു 3 ബോർഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു സ്റ്റീരിയോ പിന്നെ ഒരു സബിനും യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ നമുക്ക് നല്ലൊരു പവർ ബാക്കപ്പും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ആംപ്ലിഫയർ നിർമ്മിക്കാം. ഇതൊക്കെയാണ് ഈ ബോർഡിനെ പറ്റി പറയാനുള്ളത്. നമുക്കിതൊന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ നിലവിൽ എൻ്റെ ഒരു ആമ്പ് ഉണ്ട്, അതിലേക്ക് നമുക്കിതൊന്ന് കയറ്റിയിട്ട് ഇതിൻ്റെ വർക്കിംഗ് അങ്ങനെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇപ്പോൾ ഒരു 28 വരുന്ന ട്രാൻസ്ഫോമർ AC ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നമുക്കതിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇത് ഞാൻ ചെയ്തൊരു ആംപ്ലിഫയറാണ്. തിരക്കേടില്ലാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇതിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ബോർഡ് ഞാൻ അതിലേക്ക് കയറ്റിയിട്ടുള്ളത്. ഇവിടെ നമുക്ക് എന്തായാലും ഒരു സ്പീക്കർ പ്രൊട്ടക്ഷൻ എന്തായാലും യൂസ് ചെയ്യണം. ഇതാണ് നമ്മൾ ക്ലാസ് ഡിയുടെ ബോർഡ്. നമുക്ക് NCS സോങ് ഒന്ന് ഇതിൽ പ്ലേ ചെയ്ത് നോക്കാം. മറ്റേതൊക്കെ വെച്ച് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് കിട്ടും. അപ്പോൾ നമുക്ക് അതിലേക്ക് പോവാം.